Hello, welcome to market discussion of the day. Today, May 20th, 2025, ട്യൂസ്ഡേ ആണ്. പ്രത്യേകിച്ച് ഒരു ന്യൂസുകളും ഇല്ലാത്ത ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എക്കണോമിക് കലണ്ടർ പ്രമാണിച്ച് ഒരു ന്യൂസുകളും ഇന്നത്തെ ദിവസമില്ല. നമുക്ക് അതുകൊണ്ടിട്ട് തന്നെ ഫുള്ളി ടെക്നിക്കലി ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ്. പക്ഷേ ഒറ്റയൊരു കാര്യം, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പീസ് ഡീലോ എന്തെങ്കിലും ഒരു സംസാരമോ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്ന റേഞ്ചിൽ മാത്രം നിന്ന് കളിക്കുന്ന ഒരു മാർക്കറ്റായിരിക്കും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ട്രേഡിങ്ങിനകത്ത് ഭയങ്കര നല്ല രീതിയിൽ ചെയ്തു പോകാനും പറ്റുന്നൊരു ദിവസമായിരിക്കും. ഒറ്റ കാര്യമുണ്ട്, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന ന്യൂസുകളൊന്നും വരാൻ പാടില്ല. സോ ഇന്നലെ US ടൈമിംഗ് 10 മണിക്ക് ട്രംപും പുടിനും തമ്മിലുള്ള ഒരു ഫോൺ കോളും അതിനുശേഷം ട്രംപും നമ്മുടെ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ആയിട്ടുള്ള ഫോൺ കോളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനകത്തൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു പീസ് ഡീലിലോട്ട് വരാനായിട്ടൊന്നും ഇതേവരെ സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പം ഉക്രൈന് ആക്ച്വലി വാർ എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ളൊരു കാര്യമാണെങ്കിൽ റഷ്യയും അതിന് തയ്യാറാണ്. റഷ്യ വാറ് തുടർന്നു പോവും, പക്ഷേ അൺടിൽ ആൻഡ് അൺലെസ് ഒരു പീസ് ഡീല് സൈൻ ചെയ്യുന്നത് വരെ. ഓക്കെ, ഒരു സൈൻഡ് എഗ്രിമെൻ്റ് വേണം എന്നുള്ളതാണ് റഷ്യ പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് യൂറോപ്യൻ കൺട്രീസിന് ഒരുപാട് പ്രശ്നമുണ്ട്. റഷ്യയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ സമാധാന ചർച്ച എന്ന് പറയുന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിൽ വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ അത് വന്നു എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പോൾ ഇന്നത്തെ ദിവസമൊന്നും അത് സത്യം പറഞ്ഞാൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളത് എന്താ പറയുക, നമ്മളത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളത് മുന്നോട്ട് പോകാനായിട്ട്. അതേപോലെ തന്നെ 3 മാസത്തിന് ശേഷം ഗാസയിൽ ഓക്കെ ഒരു എന്താ പറയുക ഒരു നല്ലൊരു കാര്യം സംഭവിച്ചു. അവിടെ എയ്ഡ് കാര്യങ്ങളുമൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ നല്ലൊരു ന്യൂസാണ്. ഓക്കെ, സോ എന്താ പറയുക, യൂറോപ്യൻ യൂണിയനും അതിന് അവർ തമ്മിലുള്ളൊരു വാർ സമാധാനത്തിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റിൽ പറയാനായിട്ടുള്ളത്. ഇതാണ് ഏറ്റവും വലിയൊരു ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ന്യൂസും ഇല്ലെങ്കിൽ പോലും ഇത് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും മാർക്കറ്റിൽ. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും മാർക്കറ്റിൽ എന്നുള്ളൊരു കാര്യം നമ്മൾ തള്ളിക്കളയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പോവുക. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ദിവസമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പം JPY 144.198 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുകയാണ് ഇപ്പം, അല്ലേ? ഇവിടുന്ന് നമുക്ക് എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യത്തിന് എന്താണ് ഉത്തരം എൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് 144 എന്നുള്ളൊരു ബൈ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 144 നമുക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം, അല്ലേ? 144 ഇപ്പോൾ ഏതൊരു മാർക്കറ്റ് ഓപ്പണിങ്ങിലാണെങ്കിലും നമുക്ക് 144 ഉള്ളൊരു ബൈ നമുക്ക് എടുത്ത് പോവാം. ഓക്കെ, സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ചെയ്യണം എന്നുള്ള ആൾക്കാണെങ്കിൽ 144 മുകളിലാണ് 10 മണിക്കുള്ള ക്യാൻഡിൽ, UK ടൈമിംഗ് 10 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കുള്ള ക്യാൻഡിലും 144 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, JPYയിൽ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കേണ്ടി വരും. 143.60 സ്റ്റോപ്പ് ലോസ് വെച്ച് വേണം നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കാൻ. അതിൻ്റെ താഴെ 143.60 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം ആ ഒരു ട്രേഡ് എടുത്ത് പോകാൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഞാൻ എന്നും പറയുന്ന പോലെ 1.100 എന്ന് പറയുന്ന റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുക്കാം. 1.1100 വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ബൈ ചെയ്യാം. ഇത് രണ്ട് ഇതായിട്ട് ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുക, 2 ടൈമിങ്ങിലായിട്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, പകുതി ഇപ്പോൾ 0.3 1.1100 ബാക്കി 0.7 1.100 വാങ്ങാം എന്നുള്ളതാണ്. ഓക്കെ,
ഐ മീൻ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ GBPയിലോട്ട് വരുമ്പം ഷോർട്ട് ടേം എൻട്രീസ് ഒന്നും എനിക്ക് യൂറോയിൽ റെക്കമെൻഡ് ചെയ്യാനില്ല. അതുകൊണ്ടിട്ടാണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ല പറയാനായിട്ട്. വേണമെങ്കിൽ പറയാം, പക്ഷേ അധികം ഞാൻ യൂറോ ഭയങ്കര നോക്കി മാത്രം 100% ഓപ്പർച്യൂണിറ്റി നോക്കി എടുക്കുന്ന ഒരാളായതുകൊണ്ടിട്ട് തന്നെ യൂറോ എനിക്ക് ഷോർട്ട് ടേമിലോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ GBPയിൽ ഞാൻ ഷോർട്ട് ടേം എൻട്രി ഞാൻ പറഞ്ഞുതരാം. GBPയിൽ 1.3400 ഇപ്പോൾ 1.33895 ഒരു ഡോളറിൻ്റെ മൂവ്മെൻറ്റും കൂടെ ഉണ്ടായി മുകളിലോട്ട് പോയാൽ നമുക്ക് 1.3400 അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 100% വേണം. 1.3460 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ GBPനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഓക്കെ, 1.3400 അവിടെ നിന്ന് സെല്ല്, അതിനുശേഷം ഒരു 40 to 50 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ കേട്ടോ. പക്ഷേ സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.3460 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടിയും വരും. ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം, അവിടുത്തെ റിസ്കി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി 100% ഉറപ്പുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലോങ്ങർ ടേമിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.300 എന്ന് പറയുന്നത് തന്നെയാണ്. ഓക്കെ, അങ്ങനെ 1.300 നമ്മൾ ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ 1.300 നമ്മൾ പകുതിയിലോട്ടും, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.5 ലോട്ടും 1.2800 നമ്മൾ ബാക്കി പകുതിയിലോട്ടും എടുക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3222 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, ഗോൾഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് വലിയ കുഴപ്പമില്ലാതെയാണ് ഇന്നലെയൊക്കെ പെരുമാറിയിട്ടുള്ളത് കേട്ടോ. എന്നാണ് ഇതിൻ്റെ സ്വഭാവം മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതാണ് ഗോൾഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലേ. അപ്പോൾ എവിടെയാണ് എൻട്രി എന്ന് ചോദിച്ചാൽ ഗോൾഡിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. 3205 to 3245. ഓക്കെ, ഇങ്ങനൊരു $40 റേഞ്ചിലാണ് ഗോൾഡ് ഇന്നലെ കളിച്ചിട്ടുള്ളത്. ഇന്നും കളിക്കാനായിട്ട് സാധ്യതയുള്ളത്. മാക്സിമം 60 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതാണ് ഗോൾഡിൽ ഒരു റേഞ്ചിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. സപ്പോസ് എന്തെങ്കിലും പീസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് പറക്കും. അത് മറക്കാതെ തന്നെ അത് കൺസിഡർ ചെയ്ത് തന്നെ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വെറുതെ ചാടിക്കേറിയൊരു ട്രേഡ് എടുക്കാതിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ വാർ അവസാനിപ്പിക്കാനായിട്ട് പല രാജ്യങ്ങളും നോക്കുന്നതിൻ്റെ കൂടെ വത്തിക്കാൻ വെച്ചിട്ട് ഒരു പീസ് ഡീല് നടക്കാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇറ്റാലിയൻ പ്രസിഡന്റും ഉക്രൈൻ പ്രസിഡന്റും റഷ്യ പ്രസിഡന്റും അതേപോലെ തന്നെ US പ്രസിഡന്റും എല്ലാം കൂടെ ചേർത്തിട്ട് അവിടെ വെച്ചിട്ട് ഒരു പീസ് ഡീലൊക്കെ സംസാരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്, എങ്ങോട്ടാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പം എന്നെ കണ്ട ഒരു പ്രേതത്തിനെ പോലെ ഇരിക്കുമെന്ന് എനിക്കറിയാം. ഇവിടുത്തെ ലൈറ്റ്, ഞാൻ അനങ്ങാതിരുന്നിട്ട് ഇവിടുത്തെ ലൈറ്റ് പോയതാണ് ജസ്റ്റ് ഒരൊറ്റ സെക്കൻഡിൽ. സോ ഇവിടെ അനക്കം വരണം, അനക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ലൈറ്റ് കത്തിയിരിക്കുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, സോ ഇതിങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ടെൻഷൻ. അപ്പോൾ എന്താണ്, അതൊരു ടെൻഷൻ തന്നെയാണ്. അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. താഴെ കിട്ടിയാൽ ബൈ ചെയ്യാം. 3200 3205 ഇടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരൊറ്റ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. വേറെ അതും ചെറിയ ലോട്ട് മാത്രം ട്രേഡ് ചെയ്താൽ മതി കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഇടുക 3192 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അങ്ങനെ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് വലിയ തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.